ഹായ് ഹലോ വെൽമിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ എലൈസയെ പറ്റിയിട്ടാണ്. എലൈസ ഓൾറെഡി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ കേട്ടിട്ടുള്ളത്? HIV ടെസ്റ്റാണ് അല്ലേ? HIV ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് എലൈസ. ഓക്കെ, അപ്പോൾ എലൈസ ഈ പറയുന്ന പോലെ എനിക്കൊന്ന് 12th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഈ പറയുന്ന HIV ലൈഫ് സൈക്കിളും അതിൻ്റെ കൂടെ അതിൻ്റെ ടെസ്റ്റൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളും ഇവിടെ ഉദ്ദേശിക്കുന്നത് മെയിൻലി എന്താണ് എലൈസ, അല്ലെങ്കിൽ എലൈസയുടെ പേർപ്പസ് നമുക്കറിയാം. ഈ പറയുന്ന പോലെ സെറം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു സെറം ടെസ്റ്റ് ചെയ്ത് അതിലിപ്പം ഡിസീസിനെ പറ്റി സ്റ്റഡി ചെയ്യാനാണെങ്കിൽ അതിൽ ആൻറ്റിജൻ ഉണ്ടോ അല്ലെങ്കിൽ ആൻറ്റിബോഡി ഉണ്ടോ എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ പ്രോട്ടീൻസിനെ കണ്ടുപിടിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എലൈസ എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾ പറയും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലൈസ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ ഈ പറയുന്ന ഓരോന്നിൻ്റെയും പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലൈസ ഉണ്ട്, അത് ഓരോന്നും എന്തിനു യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം എലൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ യൂസ്ഡ് സിറോളജിക്കൽ ടെസ്റ്റാണ്. ഓക്കെ, സിറോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, സെറം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊരു ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഫ്ലൂറസെൻസ് ഉപയോഗിച്ചിട്ട് ഓക്കെ ആ ഒരു സാധനത്തിനെ ഒരു എന്തെങ്കിലും ഒരു ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽ വെച്ച് ലേബൽ ചെയ്യുമ്പം അത് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് കൊടുക്കുമ്പോൾ അത് അതിൽ കിടന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻലി എലൈസ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ആൻറ്റിബോഡീസിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടീനോ അല്ലെങ്കിൽ ആൻറ്റിബോഡീനെയോ നമ്മൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു കളർ ഈൽഡിങ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റത്തെ കൊണ്ട് എന്ത് ചെയ്യിക്കും, ബൈൻഡ് ചെയ്യിക്കും. ഓക്കെ, ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റും, കളർ ഈൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ക്രോമോജനിക് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട മോളിക്യൂൾ ഏതാണോ അതിനെ നമ്മൾ ബൈൻഡ് ചെയ്യിക്കും. എന്നിട്ട് ഈ കെമി ലൂമസെൻറ്റ് ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ അത് നമുക്ക് ഈസിലി ആ കളേർഡ് ഈ പറയുന്ന പോലെ ആ കളറ് കാണിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സബ്സ്ട്രേറ്റത്തിലിടുന്ന സമയത്ത് ആ കളർ ഗിവിങ് സബ്സ്റ്റൻസ് അതിനോട് റിയാക്ട് ചെയ്ത് നമുക്ക് വിസിബിളി കാണാൻ പറ്റുന്നൊരു കളറിലേക്ക് വരും. അതാണ് എലൈസയുടെ മേജർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിലി പറയും, ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ എലൈസ ഒരു പ്ലേറ്റ് ബേസ്ഡ് ടെസ്റ്റാണ്, ഒരു പ്ലേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി നമ്മൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഡിറ്റക്റ്റിങ്ങും ഉണ്ട് ക്വാണ്ടിഫയിങ്ങും ഉണ്ട്. ഡിറ്റക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക, ക്വാണ്ടിഫയിങ് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ഉണ്ട് എന്നും കൂടി അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം എലൈസ ഇസ് എ പ്ലേറ്റ് ബേസ്ഡ് ടെക്നിക്കാണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഡിറ്റക്റ്റും ചെയ്യാം ക്വാണ്ടിഫൈയും ചെയ്യാം. എത്ര പെപ്റ്റൈഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ആൻറ്റിബോഡി, ഹോർമോൺസ്, ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റിയിലുണ്ടെന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതൊരു പ്ലേറ്റിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതാണ് ആ പ്ലേറ്റ്. ഒരു 96 വെല്ലുള്ള ഒരു പ്ലേറ്റിൽ ഇതിൻ്റെ പകുതിയുള്ളൂ, 96 വെൽസ് ഇതിനകത്ത് ടോട്ടലി ഉണ്ടാവും. ഓക്കെ, അപ്പം 96 വെല്ലുള്ള ഒരു പോളിസ്റ്റൈറിൻ പ്ലേറ്റിലാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഈ സെറം എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വെല്ലിൽ ഇൻക്യുബേറ്റ് ചെയ്യും. നമുക്ക് വേണ്ട സെറം ഏതാണോ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സെറം ഏതാണോ അതിൽ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും. ഓരോ വെല്ലിലും വേറെ വേറെ സെറം ആയിരിക്കും. അതിലൊരു പോസിറ്റീവ് കൺട്രോളും ഉണ്ടാവും, ഒരു നെഗറ്റീവ് കൺട്രോളും ഉണ്ടാവും. പോസിറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിന് പോസിറ്റീവായിട്ട് നമുക്കൊരു കമ്പാരിസൺ നടത്താൻ പറ്റുന്ന രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ളതും ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ളതും നമ്മൾ കീപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ 96 സാമ്പിൾസാണ് നമ്മൾ ആ ഒരു ഇതിൽ എന്ത് ചെയ്യുന്നത്, ലോഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മെയിൻലി ഈ പറയുന്ന പോലെ ആൻറ്റിബോഡി ഓർ ആൻറ്റിജൻ ആണ് ഒരു സെറത്തിൽ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പം നമുക്കൊരു ആൻറ്റിബോഡിയോ അല്ലെങ്കിൽ ഒരു ആൻറ്റിജനെ പറ്റിയിട്ടോ ആണ് സ്റ്റഡി ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരു വെല്ലായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ വെല്ലിൽ നമ്മൾ ഓൾറെഡി ഈ വെല്ലിനെ നമ്മൾ ആൻറ്റിബോഡി വെച്ച് ആദ്യം ലേബൽ ചെയ്യിക്കും. ഓക്കെ, അതിലേക്ക് നമ്മൾ ആൻറ്റിബോഡി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെ അറ്റാച്ച് ചെയ്യിക്കും. ഓക്കെ, ആ വെല്ലിലേക്ക് അറ്റാച്ച് ചെയ്യിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് നമുക്ക് വേണ്ട സെറം, ഓക്കെ സെറോ അല്ലെങ്കിൽ ആൻറ്റിജനോ പ്രോട്ടീനോ എന്താണോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഇതിൻ്റെ അകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻറ്റിബോഡി മീൻസ് ആ ഒരു പ്രോട്ടീനോ അല്ലെങ്കിൽ ആ ഒരു എന്താണോ നമ്മൾ കൊടുക്കുന്ന സെറത്തിലുള്ളത്
ആ സെറത്തിലുള്ള ഈ പറയുന്നില്ല ആ സെറത്തിലുള്ള ഇപ്പോൾ ഒരു ആൻറ്റിജനാണെന്ന് നമുക്ക് ചുമ്മാ ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ആൻറ്റിജന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻറ്റിബോഡി ആയിട്ട് ആര് വന്ന് ബൈൻഡ് ചെയ്യും? ആ ആൻറ്റിജൻ വന്ന് ബൈൻഡ് ചെയ്യും. അതാണ് ഈ ഇമേജ് കണ്ടോ, ആ ആൻറ്റിബോഡിയിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻറ്റിജൻ വന്ന് ബൈൻഡ് ചെയ്തു. ഓക്കെ, അതാണ് സെക്കൻഡ് തിങ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ അടുത്തൊരു ആൻറ്റിബോഡീനെ കൊണ്ടുവരും. ഓക്കെ, ആ ആൻറ്റിബോഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൻറ്റിബോഡിയിൽ നമ്മളൊരു എൻസൈം ലേബൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു എൻസൈം ലേബിൾഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി ആൻറ്റിബോഡി നമ്മൾ കൊണ്ടുവരും. ആ സെക്കൻഡറി എൻസൈം എന്ന് പറയുന്നത് ഹോഷു പെറോക്സിഡേസ് ആവാം, അല്ലെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ആവാം. ഇതൊക്കെയാണ് ആ ഒരു എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻസൈം ലേബിൾഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തേക്ക് ഈ വന്നിട്ടുണ്ടായിരുന്ന ആൻറ്റിജനോട് അപ്പുറത്തെ സൈഡ് മീൻസ് ഈ പറയുന്ന പോലെ ആദ്യം നമ്മുടെ ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിലൊരു ബൈൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതേ ആൻറ്റിജനോട് നമ്മുടെ സെക്കൻഡറി ആൻറ്റിബോഡി, ആ ആൻറ്റിബോഡിയുടെ പ്രത്യേകത എന്താ? അതൊരു എൻസൈം ലിങ്ക്ഡ് ആൻറ്റിബോഡിയാണ്. അത് ബൈൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനൊരു സ്യൂട്ടബിൾ, അതിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബൈൻഡ് ചെയ്യാത്ത ആൻറ്റിബോഡീസ് ഉണ്ടാവില്ലേ, അതിനെ നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയും കേട്ടോ. നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇത് ഉപയോഗിച്ചിട്ട് അത് വാഷ് ഓഫ് ചെയ്ത് കളയും. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും. ഓക്കെ, ഒരു സബ്സ്ട്രേറ്റം ആഡ് ചെയ്യും. ആ സബ്സ്ട്രേറ്റം ആഡ് ചെയ്യുമ്പം ഇതിൽ ഈ ലിങ്ക്ഡ് ആയിട്ടുള്ള എൻസൈം അതിനോട് റിയാക്ട് ചെയ്തിട്ട് കളറ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു കളർ ഇതൊക്കെ ഉണ്ടോ ഇതിൽ കണ്ടോ, ഇപ്പം ഇതിലേക്ക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അതാണ്. അപ്പോൾ ഒരു സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ എൻസൈം റിയാക്ട് ചെയ്ത് ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കളർ എന്ന് പറയുന്നത് ആ ഒരു ഈ പറയുന്ന പോലെ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന സാധനം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന ആൻറ്റിജൻ ഉള്ളത് കൊണ്ടാണ് ആ കളർ പ്രൊഡ്യൂസ് ചെയ്ത്. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി അറിയാൻ പറ്റും. ക്വാണ്ടിറ്റി നമ്മളെങ്ങനെയാണ് അറിയുന്നത്? ആ കളറിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ടാണ് നമുക്ക് ക്വാണ്ടിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. മെയിൻലി 450 നാനോമീറ്ററിലാണ് നമ്മൾ കളർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ എലൈസയിൽ മെയിൻലി ഉപയോഗിക്കുന്ന എൻസൈംസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ആൻറ്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന എൻസൈംസ് എന്ന് പറയുന്നത് ഒന്ന് ആൽക്കൈൻ ഫോസ്ഫറ്റേസ് ആണ്, മറ്റൊന്ന് ഹോഷു പെറോക്സിഡേസ് ആണ്, മറ്റൊന്ന് ബീറ്റ ഗാലക്ടോക്സിഡേസ് ഒക്കെയാണ്. ഇനി സബ്സ്ട്രേറ്റമായിട്ട് ഉപയോഗിക്കുന്നത് മെയിൻലി ഈ പറയുന്ന പോലെ ആ ഒരു എൻസൈമിനെ റിയാക്ട് ചെയ്യിക്കണമല്ലോ. അപ്പോൾ അതിന് മെയിൻലി സബ്സ്ട്രേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഓർത്തോഫീനൈൽ ഡൈഅമൈൻ ഡൈക്ലോറൈഡ്. ഓക്കെ, അത് പെറോക്സിഡേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഓർത്തോഫീനൈൽ ഡൈഅമൈൻ ഡൈഹൈഡ്രോക്ലോറൈഡ്. ഇനി അതല്ല ആൽക്കൈൻ ഫോസ്ഫേറ്റേസ് ആണെങ്കിൽ പാരാനൈട്രോഫീനൈൽ ഫോസ്ഫേറ്റ് ആണ് ഉപയോഗിക്കാറ്. ഓക്കെ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻസൈം ഹൈഡ്രോലൈസ് ചെയ്തിട്ട് നമുക്ക് കളറ് കിട്ടും. ഓക്കെ, അതാണ് ഈ പറയുന്ന എലൈസയുടെ ബേസിക് പ്രിൻസിപ്പിൾ. ഒന്നുമില്ല, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന വെല്ലുണ്ട്, 96 വെൽസ് ഉണ്ട്. ആ വെല്ലിൽ നമ്മൾ ഈ പറയുന്ന ആൻറ്റിബോഡി കോട്ട് ചെയ്യും. ആൻറ്റിബോഡി ഓർ ആൻറ്റിജൻ അത് ഡിപ്പെൻഡ് ആണ്. ഇപ്പോൾ നമുക്ക് ആൻറ്റിബോഡീനെയാണ് ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വെല്ലിൽ എന്തിനെ കൂട്ട് ചെയ്യിക്കണം? ആൻറ്റിജനെ കൂട്ട് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആൻറ്റിബോഡീനെ കൂട്ട് ചെയ്യിക്കും. എന്നിട്ട് നമ്മുടെ സെറം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. സെറം ഓർ ആൻറ്റിജൻ ആഡ് ചെയ്യും. അത് വന്ന് ആൻറ്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്യും. ആൻറ്റിബോഡി ആയിട്ട് നമ്മൾ അതിന് ശേഷം ഒരു വാഷ് ഓഫ് നടത്തും. കാരണം എന്താ വെച്ചാൽ അൺബോണ്ട് ആയിട്ടുള്ള ഈ പറയുന്ന ആൻറ്റിജനെ റിമൂവ് ചെയ്യാൻ വേണ്ടി. കാരണം ഈ പറയുന്ന സെറത്തിന് ചിലപ്പോൾ ഇതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ആൻറ്റിജൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ വാഷ് ഓഫ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന എൻസൈം ലേബിൾഡ് ആയിട്ടുള്ള സെക്കൻഡറി ആൻറ്റിബോഡീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡറി ആൻറ്റിബോഡീസും വന്ന് ഇതേപോലെ ബൈൻഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ സെക്കൻഡറി ആൻറ്റിബോഡീസ് തന്നെ ബൈൻഡ് ചെയ്യാത്തതിനെ റിമൂവ് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും. സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി ഇതിൻ്റെ ടൈപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എലൈസ ഉണ്ട്, ഇൻഡയറക്റ്റ് എലൈസ ഉണ്ട്, കോമ്പറ്റേറ്റീവ് എലൈസ ഉണ്ട്, സാൻഡ്വിച്ച് എലൈസ ഉണ്ട്. ഓക്കെ, 4 എലൈസാസ് ആണ് നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഡയറക്റ്റ് എലൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഡയറക്റ്റ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് വേണ്ട സാമ്പിൾ അതൊരു ആൻറ്റിജൻ ആവാം, അല്ലെങ്കിൽ പറയുന്ന പോലെ ഒരു ആൻറ്റിബോഡി ആവാം, അല്ലെങ്കിൽ ഒരു സെറം ആവാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? നേരെ ആ പ്ലേറ്റിലേക്ക് ഒഴിക്കും. ഇതാണ് അത് കണ്ടോ, സാമ്പിൾ ഇസ് ആഡഡ് ടു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കഴിയുമ്പം ആൻറ്റിജൻ ഇപ്പം നമുക്കിപ്പം
ആ ഒരു സാമ്പിളിൽ ആൻറ്റിജൻ ആണ് ഉള്ളതെന്ന് എടുക്കാം. അതാകുമ്പോൾ നമുക്ക് പറയാൻ കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ഈ പ്ലേറ്റിലേക്ക് ഈ വെല്ലിലേക്ക്, നമ്മളൊരു വെല്ലിലേക്കാണല്ലോ ഈ ആൻറ്റിജൻ ആഡ് ചെയ്യുക. ആ പ്ലേറ്റിലുള്ള ഒരു വെല്ലിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു ആൻറ്റിജനെ ആഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ? അത് ഇങ്ങനെ കുറേ വെൽസ് ഉണ്ടാവും. വെൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കുറേ ഈ കാണുന്ന റൗണ്ടില്ലേ, അതിനെയാണ് നമ്മൾ വെല്ലെന്ന് വിളിക്കുന്നത് കേട്ടോ. ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ, ഈ റൗണ്ടിനുള്ളിലൊരു സ്പേസ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ മെയിൻലി വെല്ലെന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട സാമ്പിൾ ഏതാണോ, അതിപ്പോൾ ഒരു ആൻറ്റിജൻ കണ്ടെയ്നിങ് സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ അതിലേക്ക് ഈ പറയുന്ന എന്ത് ആഡ് ചെയ്യും, ആൻറ്റിജൻ ആഡ് ചെയ്യും. അപ്പോൾ ആൻറ്റിജൻ ഓട്ടോമാറ്റിക്കലി ആ പ്ലേറ്റിൻ്റെ സർഫസിലേക്ക് എഡ്സോർബ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന അൺബൗണ്ടഡ് ആയിട്ടുള്ള ആൻറ്റിജൻസിനെ വാഷ് ഓഫ് ചെയ്ത് കളയും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഏതാണോ എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതും ഇതേപോലെ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ വാഷ് ഓഫ് ചെയ്ത് കളയും. അൺബൗണ്ട് ആൻറ്റിബോഡീസിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വാഷ് ഓഫ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോലെ ഏതാണോ നമ്മുടെ ക്രോമോജനിക്, ആ ഒരു കളറ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട സബ്സ്ട്രേറ്റ്, അത് ആഡ് ചെയ്യും, കളറ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കളറ് വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് വരാം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത് വളരെ ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിളിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണ്. പ്രിൻസിപ്പിൾ പറഞ്ഞാൽ അത്ര പോലും ഇല്ല അല്ലേ? നമ്മൾ ആദ്യം നമ്മുടെ സാമ്പിൾ ഇതിലേക്ക് ആഡ് ചെയ്തു. സാമ്പിൾ ഈ പറയുന്ന പോലെ പ്ലേറ്റിൽ ബൈൻഡ് ചെയ്യും, പ്ലേറ്റിലേക്ക് അഡ്സോർബ് ആവും. അതിനുശേഷം നമ്മുടെ ആൻറ്റിബോഡി, ഈ പറയുന്ന സെക്കൻഡറി ആൻറ്റിബോഡി, ഇവിടെ നമുക്ക് പ്രൈമറി സെക്കൻഡറി എന്ന് പറയാൻ മാത്രം നമ്മൾ വേറെ ആൻറ്റിബോഡി ഉപയോഗിക്കുന്നില്ല, ഡയറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു ആൻറ്റിബോഡിയേ ഉള്ളൂ. അപ്പം നമ്മുടെ എൻസൈമുള്ള ആൻറ്റിബോഡി എന്ത് ചെയ്യും, നമ്മുടെ ആൻറ്റിജനായിട്ട് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണോ സബ്സ്ട്രേറ്റും ആ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തപ്പം നമ്മൾ ഏത് എൻസൈമാണോ ആഡ് ചെയ്ത് അതിനനുസരിച്ച് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യണം. എന്നാലല്ലേ അവിടെ ഈ പറയുന്ന റിയാക്ഷൻ നടന്ന് കളർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി കളർ പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ ആയോ? അതാണ് ഡയറക്റ്റ് എലൈസ. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് എലൈസ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് എലൈസ മെയിൻലി ആൻറ്റിബോഡീനെ ഈ പറയുന്ന പോലെ ഡിറ്റക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആൻറ്റിജനെയാണ് പ്ലേറ്റിലേക്ക് കോട്ട് ചെയ്യുന്നത്. കണ്ടോ, ആൻറ്റിജനെ പ്ലേറ്റിലേക്ക് കോട്ട് ചെയ്യും. അതിന് ശേഷം, കാരണം നമ്മൾ ആൻറ്റിബോഡീനെയാണല്ലോ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ആൻറ്റിജനെ ആദ്യം പ്ലേറ്റിലേക്ക് കോട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഏതാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആൻറ്റിബോഡി അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ ഏതാണോ അത് നമ്മൾ ആ ഒരു ആൻറ്റിബോഡീനെ പ്രൈമറി ആൻറ്റിബോഡി എന്ന് വിളിക്കുക. കാരണം 2 ആൻറ്റിബോഡീസ് നമ്മളിവിടെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ആൻറ്റിബോഡീനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ആ ആൻറ്റിബോഡി എന്ത് ചെയ്യും, ഇവിടുത്തെ ആൻറ്റിജനായിട്ട് വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, പ്രൈമറി ആൻറ്റിബോഡി ഈ വെല്ലിൽ ഈ പറയുന്ന പോലെ അബ്സോർബ് ചെയ്തിട്ടുള്ള ആൻറ്റിജനായിട്ട് വന്ന് ബൈൻഡ് ചെയ്തതിന് ശേഷം അതിലും നമുക്ക് ഈ പറയുന്ന പോലെ അൺബൗണ്ടഡ് ആയിട്ടുള്ളതുണ്ടാവും, അതിനെ നമ്മൾ അപ്പം തന്നെ വാഷ് ഓഫ് ചെയ്ത് കളയും. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള നമ്മുടെ സെക്കൻഡറി ആൻറ്റിബോഡീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സെക്കൻഡറി ആൻറ്റിബോഡീനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം ഈ പറയുന്ന പോലെ പ്രൈമറി ആൻറ്റിബോഡി ആയിട്ട് ആര് വന്ന് ലിങ്ക് ചെയ്യും, സെക്കൻഡറി ആൻറ്റിബോഡി വന്ന് ലിങ്ക് ചെയ്യും. ഓക്കെ, അത് എൻസൈം ലിങ്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്ത് സംഭവിക്കും, അവിടെ ആ ഒരു കണ്ടോ, ആദ്യം നമ്മുടെ ആൻറ്റിജനാണിത്, ആ ആൻറ്റിജനോട് നമ്മൾ സാമ്പിളിലുള്ള പ്രൈമറി ആൻറ്റിബോഡി വന്ന് ബൈൻഡ് ചെയ്തു. ആ പ്രൈമറി ആൻറ്റിബോഡീനോട് നമ്മുടെ സെക്കൻഡറി ആൻറ്റിബോഡി വിത്ത് എൻസൈം ബൈൻഡ് ചെയ്തു. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റ്, ഈ പറയുന്ന പോലെ ഏതാണോ എൻസൈം അതിനനുസരിച്ചിട്ടുള്ള സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കളർ പ്രൊഡ്യൂസ് ചെയ്യും. ആ കളർ വെച്ചിട്ടാണ് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഈ സാധനം ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഇൻഡയറക്റ്റ് എലൈസ. ആ പ്രിൻസിപ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് ചെറിയ ഡിഫറൻസസേ ഉള്ളൂ ഓരോ ടൈപ്പ് ഓഫ് എലൈസയ്ക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇതും കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ആൻറ്റിജൻ, ഒരു പ്രൈമറി ആൻറ്റിബോഡി, സെക്കൻഡറി ആൻറ്റിബോഡി. അത് ബൈൻഡ് ചെയ്യാത്ത കേസസാണ്. ഇത് പ്രൈമറി ആൻറ്റിബോഡി ബൈൻഡ് ചെയ്തിട്ടില്ല അതിൽ, അതുകൊണ്ട് അത് അപ്പം തന്നെ വാഷ് ഓഫ് ചെയ്യുമ്പോൾ പോകും. ഇതിൻ്റെ അകത്ത് പ്രൈമറി ആൻറ്റിബോഡി ബൈൻഡ് ചെയ്തു, പക്ഷേ സെക്കൻഡറി ആൻറ്റിബോഡി ബൈൻഡ് ചെയ്തില്ല. ആ ഒരു സിറ്റുവേഷൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ ഈ ഒരു ഇമേജിൽ. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ ഒരു ആൻറ്റിബോഡിയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുതലാണ്.
പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ലേബിൾഡ് സെക്കൻഡറി ആൻറ്റിബോഡീസ് അവൈലബിൾ ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, പിന്നെ മാക്സിമം ഇമ്മ്യൂണോ റിയാക്ടിവിറ്റി ഓഫ് പ്രൈമറി ആൻറ്റിബോഡി മീൻസ് മാക്സിമം ആ ഒരു റിയാക്ടിവിറ്റി നടന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. കാരണം പ്രൈമറി ആൻറ്റിബോഡി ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ആൻറ്റിജനെ കൊണ്ട് ആൻറ്റിബോഡി കൊണ്ട് റിയാക്ട് ചെയ്യുകയാണ് നമ്മൾ ഏതിൽ കണ്ടത്, ഡയറക്റ്റിൽ കണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പ്രൈമറി ആൻറ്റിബോഡിക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ലേബലൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മാക്സിമം ഇമ്മ്യൂണോ റിയാക്ടിവിറ്റി കിട്ടും. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ വേഴ്സറ്റൈലാണ്. കാരണം എന്താ, മെനി പ്രൈമറി ആൻറ്റിബോഡി ക്യാൻ ബി മെയ്ഡ് ഇൻ വൺ സ്പീഷ്യസ് ആൻഡ് സെയിം ലേംഡ് സെക്കൻഡറി ആൻറ്റിബോഡി. ഇപ്പം കുറച്ചും കൂടി വേഴ്സറ്റൈലാണ്. കാരണം എന്താ, പ്രൈമറി ആൻറ്റിബോഡി ഉപയോഗിച്ച അതേ സ്പീഷ്യസിന് നമുക്ക് സെക്കൻഡറി ആൻറ്റിബോഡി എടുക്കാം. സെയിം ലേബിൾഡ് സെക്കൻഡറി ആൻറ്റിബോഡി നമുക്ക് ഡിറ്റക്ഷന് വേണ്ടി എടുക്കാം. ഓക്കെ, പിന്നെ ഡിഫറെൻറ്റ് പ്രൈമറി ആൻറ്റിബോഡീസ് നമുക്ക് അറ്റ് എ ടൈം ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു സിംഗിൾ ലേബിൾഡ് മീൻസ് നമുക്കിപ്പോൾ ഓരോ പ്രൈമറി ആൻറ്റിബോഡിക്കും ഓരോ സെക്കൻഡറി ആൻറ്റിബോഡി വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പല പ്രൈമറി ആൻറ്റിബോഡീസ് നമുക്കൊരു സിംഗിൾ സെക്കൻഡറി ആൻറ്റിബോഡി ഉപയോഗിച്ച് നടത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇത് കോസ്റ്റ് സേവിങ് ആണ്. കാരണം കുറച്ച് ലേബിൾഡ് ആൻറ്റിബോഡീസ് മതിയല്ലോ. പിന്നെ വിഷ്വലൈസേഷൻ മാർക്കേഴ്സ് ഈ പറയുന്ന പോലെ ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഒരേ സെയിം പ്രൈമറി ആൻറ്റിബോഡിക്ക് നമുക്ക് പലതരത്തിലുള്ള വിഷ്വലൈസേഷൻ മാർക്കേഴ്സൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രോസ് റിയാക്ടിവിറ്റി, ഈ പറയുന്ന ഒരു സെക്കൻഡറി ആൻറ്റിബോഡി വന്ന് ബൈൻഡ് ചെയ്യുമ്പം ചിലപ്പോൾ ക്രോസ് റിയാക്ടിവിറ്റി ഉണ്ടായിട്ട് നോൺ സ്പെസിഫിക് സിമ്പിൾസ് ഉണ്ടാവാം. പിന്നെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ഇതിൽ റിക്വയർഡാണ് ഈ പറയുന്ന പോലെ വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, മറ്റേ നമ്മൾ ഡയറക്റ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നു, ഒരു പ്രൈമറി ആൻറ്റിബോഡി വന്ന് ബൈൻഡ് ചെയ്യുന്ന ആവശ്യമൊന്നും അവിടെ വന്നില്ലല്ലോ. നമ്മൾ നേരത്തെ എന്താ ചെയ്യുന്നത്, നമ്മൾക്ക് വേണ്ട സാമ്പിളിനെ നമ്മൾ ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിലേക്ക് സെക്കൻഡറി ആൻറ്റിബോഡി കൊണ്ടുവരുന്നു, അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആദ്യം ആൻറ്റിജനെ ബൈൻഡ് ചെയ്യിക്കുന്നു, അതിനോട് പ്രൈമറി ബൈൻഡ് ചെയ്യിക്കുന്നു, പിന്നെ സെക്കൻഡറി ബൈൻഡ് ചെയ്യിക്കുന്നു, അങ്ങനെയല്ല. അപ്പോൾ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് HIV, റുബെല്ല, ഡെങ്കി വൈറസ് ഒക്കെ കണ്ടുപിടിക്കാനാണ്. പിന്നെ ചില ഡ്രഗ്സ്, നമ്മുടെ ശരീരത്തിൽ ചില ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനും ഈ ഒരു എന്താ പറയുക ഇൻഡയറക്റ്റ് എലൈസ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതതിൻ്റെ യൂസസ് ആട്ടോ ഇത് രണ്ടും. അത് ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് യൂസസ് ആണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് സാൻഡ്വിച്ച് എലൈസയാണ്. സാൻഡ്വിച്ച് എലൈസയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിജൻസിനെയാണ് മെയിൻലി നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ ആൻറ്റിബോഡീനെ ഈ വെല്ലിനെ നമ്മൾ ആൻറ്റിബോഡി ഉപയോഗിച്ചിട്ടാണ് കോട്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആൻറ്റിജൻ ഉപയോഗിച്ചിട്ടല്ലേ കോട്ട് ചെയ്യിച്ചത്. ഇവിടെ നമ്മൾ ആൻറ്റിബോഡി ഉപയോഗിച്ച് കോട്ട് ചെയ്യിക്കും. എന്നിട്ട് കോട്ട് ചെയ്യിച്ചതിന് ശേഷം ഈ ആൻറ്റിജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള നമ്മുടെ സാമ്പിളിനെ നമ്മൾ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം ഈ ആൻറ്റിജൻ ചെന്ന് ആൻറ്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്യും. ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ വെല്ലിനെ വാഷ് ഓഫ് ചെയ്യുന്ന എന്തിനാണ്, ബൈൻഡ് ചെയ്യാത്ത ആൻറ്റിജൻസിനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സെക്കൻഡായിട്ട് നമ്മുടെ എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീനെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഡിഫറെൻറ്റ് എപ്പിടോപ്പ്, ആൻറ്റിജൻ എപ്പിടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ആൻറ്റിജനും ആൻറ്റിബോഡിയും കൂടി ബൈൻഡ് ചെയ്ത് ആൻറ്റിജൻ്റെ മേലെയുള്ള ഒരു പോർഷനാണ്. ആ പോർഷനെയാണ് ആൻറ്റിബോഡി റെക്കഗ്നൈസ് ചെയ്ത് അതിനോട് ബൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു റിയാക്ഷൻ നടക്കുകയും ഡിഫറെൻറ്റ് എപ്പിടോപ്പ് ഓഫ് ആൻറ്റിജനായിട്ട് ബൈൻഡ് ചെയ്യും. സ്പെസിഫിക് നമ്മൾ സെക്കൻഡറി ആൻറ്റിബോഡീനെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത അതാണ്, ഡിഫറെൻറ്റ് എപ്പിടോപ്പ് ഓൺ ദ ആൻറ്റിജൻ ഇസ് ആഡഡ്. ഓക്കെ, നമ്മൾ ഈ സെക്കൻഡറി എൻസൈം ലിങ്ക്ഡ് ആൻറ്റിബോഡി ഈ പറയുന്ന പോലെ ആൻറ്റിജൻ്റെ ഡിഫറെൻറ്റ് എപ്പിടോപ്പിനനുസരിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി അലൗ ചെയ്യും. അതിനുശേഷം അൺബൗണ്ട് ആയിട്ടുള്ള സെക്കൻഡറി ആൻറ്റിബോഡീനെ നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയും. എന്നിട്ട് അതിലേക്ക് നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും. സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ കളേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വരും. അതാണ് സാൻഡ്വിച്ച് എലൈസ. ഓക്കെ, സാൻഡ്വിച്ച് എലൈസനെ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത് ഇപ്പോൾ മനസ്സിലായോ? ആദ്യം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ആൻറ്റിബോഡീനെ വെക്കും. ആ ആൻറ്റിബോഡീനോടാണ് ആൻറ്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു സെക്കൻഡറി ആൻറ്റിബോഡീനെ വെക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി, ഈ ആൻറ്റിജൻ ഇതിൻ്റെ ഇടയ്ക്കൊരു രണ്ട് ആൻറ്റിബോഡീസിൻ്റെ ഇടയ്ക്കൊരു സാൻഡ്വിച്ച് പോലെയായി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, സാൻഡ്വിച്ച് എലൈസ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് സാൻഡ്വിച്ച് എലൈസ. ആദ്യം നമ്മൾ വെല്ലിൽ ഈ പറയുന്ന പോലെ ആൻറ്റിബോഡീനെ
കൊണ്ട് അഡ്സോർബ് ചെയ്യിക്കും അല്ലെങ്കിൽ കോട്ട് ചെയ്യിക്കും. അതിനുശേഷം നമ്മുടെ ആൻറ്റിജൻ വന്ന് ബൈൻഡ് ചെയ്യും. ആ ആൻറ്റിജനിലേക്ക് നമ്മുടെ എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി വരും. അതിനുശേഷം നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് അത് ബൈൻഡ് ചെയ്തിട്ട് കളറ് പ്രൊഡ്യൂസ് ചെയ്യും. കളറ് പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടോ, TMP സബ്സ്ട്രേറ്റ് വരുന്നു, കളറ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് സിംപ്ലി അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഹൈ സ്പെസിഫിസിറ്റി ഉണ്ട്, കാരണം 2 ആൻറ്റിബോഡി ഉപയോഗിച്ച് ഒരു ആൻറ്റിജനെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഹൈ സ്പെസിഫിസിറ്റി ആണ്. കോംപ്ലക്സ് സാമ്പിൾസിന് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ ആൻറ്റിജനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു കോംപ്ലക്സ് സാമ്പിളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കാരണം ഈ പറയുന്ന പോലെ ആൻറ്റിജൻ എന്ന് പറയുന്നതിന് കുറച്ച് മിക്സ്ഡ് ആയിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ പ്യൂരിഫൈ ഒന്നും ചെയ്യാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്ലെക്സിബിലിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി, നമുക്ക് ഫ്ലെക്സിബിളായിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കാരണം ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ആൻറ്റിജനെ ആൻറ്റിബോഡി ആക്കി ബൈൻഡ് ചെയ്ത് ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് വീണ്ടും ബൈൻഡ് ചെയ്യിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഇത് യൂസ് ചെയ്യുന്നത് റോട്ട വൈറസ്, എൻഡറോടോക്സിൻസ്, ഈ പറയുന്ന പോലെ ഫീക്കസിൽ വരുന്ന ഈ കൊളൈനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രഗ്നൻസി ടെസ്റ്റിന് ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഉപയോഗിക്കാറുണ്ട്. സാൻഡ്വിച്ച് എലൈസ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് എലൈസയെ പറ്റിയിട്ടാണ്. ഇത് മെയിൻലി ആൻറ്റിജൻ്റെ കോൺസെൻട്രേഷൻ സ്റ്റഡി ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ പറയുന്ന ആൻറ്റിജനെ ആൻറ്റിബോഡി ആയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യും, ഇൻക്യുബേറ്റ് ചെയ്യും. മീൻസ് ആദ്യം ആൻറ്റിജൻ ആൻറ്റിബോഡി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാമ്പിൾ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അതിൽ ഈ പറയുന്ന പോലെ ആൻറ്റിജനും ആൻറ്റിബോഡിയും നമ്മൾ ഫസ്റ്റ് തന്നെ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി മിക്സ്ചറിനെ നമ്മൾ ഓൾറെഡി ഒരു ഈ പറയുന്ന പോലെ ആൻറ്റിജൻ കോട്ടഡ് ആയിട്ടുള്ള വെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം എത്രത്തോളം ആൻറ്റിജൻ നമ്മുടെ സാമ്പിളിൽ പ്രസൻ്റ് ആണോ അത്രത്തോളം ആൻറ്റിജൻ എന്തായിരിക്കും, ലെസ്സായിരിക്കും. മീൻസ് സിംപ്ലി ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ഇതിനെ രണ്ടിനെ ഇൻക്യുബേറ്റ് ചെയ്തു, ആൻറ്റിബോഡി ആൻറ്റിജൻ ഇൻക്യുബേറ്റ് ചെയ്തു. അപ്പോൾ അവർ രണ്ടാളും ഓൾറെഡി ബൈൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലേ. എന്നിട്ട് നമ്മളതിനെ ഈ പറയുന്ന പോലെ ഈ ഒരു വെല്ലിൻ്റെ അകത്ത് നമ്മൾ ആൻറ്റിജനാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എത്രത്തോളം ആൻറ്റിജൻ സാമ്പിളിൽ പ്രസൻ്റ് ആണോ അത്രത്തോളം ലെസ് ഫ്രീ ആൻറ്റിബോഡി ആയിരിക്കും. മീൻസ് ഈ പറയുന്ന നമ്മൾ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്നതിൻ്റെ അകത്ത് ആൻറ്റിജൻസ് ആണല്ലേ പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആൻറ്റിജനിലേക്ക് ആരാ വന്ന് ശരിക്കും ബൈൻഡ് ചെയ്യേണ്ടത്, ആൻറ്റിബോഡി അല്ലേ ബൈൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിൽ ഓൾറെഡി ആൻറ്റിജനും ആൻറ്റിബോഡിയും കൂടി ഇൻക്യുബേറ്റ് ചെയ്തുകൊണ്ട് ഇവർ തമ്മിലൊരു കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. അപ്പം നമ്മളിനി ഇതിനെ ഈ ഒരു ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഈ ഒരു മിക്സ്ചറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അവിടെ എന്തായിരിക്കും, കുറവ് ആൻറ്റിബോഡീസേ ഇതിൻ്റെ അകത്തുള്ള ആൻറ്റിജൻ അല്ലെങ്കിൽ കോട്ടഡ് ആയിട്ടുള്ള ആൻറ്റിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യാനുണ്ടാവുള്ളൂ. ഓക്കെ, മനസ്സിലായോ എൻ്റെ കോൺസെപ്റ്റ്. ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യമേ ഇതിനെ രണ്ടിനെയും കൂടി ഇൻക്യുബേറ്റ് ചെയ്തതുകൊണ്ട് ഈ വെല്ലിൽ കോട്ടഡ് ആയിട്ടുള്ള ആൻറ്റിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ആൻറ്റിബോഡിയുടെ എണ്ണം കുറവായിരിക്കും. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റി ആണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആൻറ്റിജൻ ഉണ്ടാവുമോ അത്രത്തോളം ആൻറ്റിബോഡി എന്തായിരിക്കും, ലെസ്സായിരിക്കും. മീൻസ് ലെസ് ഫ്രീ ആയിരിക്കും. ആരോട് ബൈൻഡ് ചെയ്യാൻ, ആൻറ്റിജൻ കോട്ടഡ് വെല്ലിനോട് ബൈൻഡ് ചെയ്യാൻ. അതിനുശേഷം വെല്ലിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, കോട്ട് ചെയ്യാത്തവരെ നമ്മൾ എന്ത് ചെയ്യും, വാഷ് ഓഫ് ചെയ്ത് കളയും. ഓക്കെ, ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ ബൈൻഡ് ചെയ്യാത്ത ആൻറ്റിബോഡീസിനെ നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സാധാരണ പോലെ നമ്മുടെ സെക്കൻഡറി ആൻറ്റിബോഡി കോൺജുഗേറ്റഡ് വിത്ത് എൻസൈം ആഡ് ചെയ്യും. അപ്പം ഇതിൻ്റെ അകത്ത് ഈ വാഷ് ഓഫ് ചെയ്തതിൽ കുറേ എണ്ണം പോയിട്ടുണ്ടാവും. ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് എന്ത് ചെയ്യും, ഈ സെക്കൻഡറി ആൻറ്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്യും. അതിലേക്ക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും. സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പം ഈ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, കളറ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദ ഹയർ ദ കോൺസെൻട്രേഷൻ, ഇവിടെ എത്ര മീൻസ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ എൻസൈം കോൺജുഗേറ്റഡ് സെക്കൻഡറി ആൻറ്റിബോഡീനെ കൊണ്ട് ബൈൻഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ദ ഹയർ ദ കോൺസെൻട്രേഷൻ ഓഫ് ആൻറ്റിജൻ ഇൻ ദ സാമ്പിൾ ദ ലോവർ ദ അബ്സോർബൻസ് ആയിരിക്കും. കാരണം സാമ്പിളിൽ കൂടുതൽ ആൻറ്റിജൻ ഉണ്ടായിരുന്നെങ്കിൽ അതിവിടെ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. സോ എന്ത് സംഭവിക്കും,
അവിടെ എന്തായിരിക്കും, അബ്സോർബൻസ് അല്ലെങ്കിൽ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. ഇതാണ് അതിൻ്റെ മേജർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ആൻറ്റിബോഡീനെ ആദ്യം സാമ്പിൾ ഓഫ് ആൻറ്റിജൻ വെച്ച് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും. എന്നിട്ട് ആൻറ്റിബോഡി ആൻറ്റിജൻ സാമ്പിൾ നമ്മൾ ഈ വെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ വെല്ല് ഓൾറെഡി ആൻറ്റിജനെ കൊണ്ട് കോട്ടഡ് ആയിരിക്കും. എന്നിട്ട് അൺബൗണ്ടഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീനെ നമ്മൾ റിമൂവ് ചെയ്യിക്കും. എന്നിട്ട് നമ്മുടെ സെക്കൻഡറി ആൻറ്റിബോഡി ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡറി ആൻറ്റിബോഡിയിലും അൺബൗണ്ടഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കളയും. അതിനുശേഷം സബ്സ്ട്രേറ്റും ആഡ് ചെയ്യും. അപ്പം എത്രത്തോളം ആൻറ്റിജൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടോ ആ സാമ്പിളിൽ, അത്രത്തോളം അബ്സോർബൻസ് കുറയും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈലി സ്പെസിഫിക് ആണ്. 2 ആൻറ്റിബോഡീസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനെ ഹൈലി സ്പെസിഫിക് ആക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. നേരത്തെ ഈ പറയുന്ന നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞില്ലേ കോമ്പറ്റേറ്റീവ്, ഇതിന് പറഞ്ഞ അതേ ഇതൊക്കെ തന്നെയുള്ളൂ. ഹൈലി സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് സാമ്പിൾസ് നമുക്ക് ചെയ്യാം. പിന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. HIV ഡിറ്റക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എലൈസയുടെ റിസൾട്ട് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ക്വാളിറ്റേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ആ സാധനം പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നുള്ളത്. അത് നമ്മൾ സിംപ്ലി ആ കളർ ചേഞ്ച് ഉപയോഗിച്ച് തന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രസൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന ഒരു കളർ ചേഞ്ച് വരും, ആബ്സെൻ്റ് ആണെങ്കിൽ ഇല്ല. അപ്പോൾ ആ ഒരു കളർ ചേഞ്ചസ് ഉപയോഗിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആൻറ്റിബോഡി ആൻറ്റിജൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ട്, അത് ആ ഒരു സൊല്യൂഷൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എലൈസ റീഡർ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉപയോഗിച്ചിട്ട് ആ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ആ ഒരു കളറിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വേഴ്സസ് കോൺസെൻട്രേഷൻ കർവ് പ്രിപ്പയർ ചെയ്യും. സ്റ്റാൻഡേർഡ് സാമ്പിളിനും നമുക്ക് അൺനോൺ സാമ്പിളുടെയും ഒരു കർവ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കർവ് പ്രിപ്പയർ ചെയ്യും. രണ്ടിൻ്റെയും പ്രിപ്പയർ ചെയ്യും കേട്ടോ. ഈ പറയുന്ന പോലെ നമ്മളൊരു സ്റ്റാൻഡേർഡ് സാമ്പിൾ വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിൻ്റെയും അതേപോലെ തന്നെ ഈ പറയുന്ന ഇതിൻ്റെ നമ്മുടെ സാമ്പിളിൻ്റെ അൺനോൺ സാമ്പിളിൻ്റെയും നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു കർവ് ഉണ്ടാക്കിയിട്ട് ആ കർവ് തമ്മിൽ കമ്പാരിസൺ നടത്തിയിട്ടാണ് നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ആൻറ്റിജനാണ് സ്റ്റഡി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്നതിൽ ഇത്രയും ഉണ്ടാവും. മറ്റേലേക്ക് വരുമ്പോൾ ആൻറ്റിജൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഇന്ന ഡിസീസ് ഉണ്ട് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലൈസയുടെ റിസൾട്ട് റീഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ എലൈസ എന്നുള്ള ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരിത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലൈസ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എലൈസയുടെ പ്രിൻസിപ്പിൾ എന്താണ്, എലൈസയുടെ 4 ടൈപ്സ് പഠിച്ചു: ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, കോമ്പറ്റേറ്റീവ് ആൻഡ് സാൻഡ്വിച്ച് എലൈസാസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് എലൈസയെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എലൈസ എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് അത് ഈ പറയുന്ന പോലെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരോടും ബൈ.